നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട രശ്മി ഷിജോയ്ക്ക് സ്വീകരണം നൽകി. ദേശീയപാത ചന്ദ്രാപിന്നി 17-ാം കള്ളിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായി നടത്തിയ കൂടുതുറക്കൽ കർമ്മത്തിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികനായി. ചൊവ്വാഴ്ച രാവിലെ 6-നും 8-നും വൈകിട്ട് 4:30-നും വിശുദ്ധ കുർബാന നടത്തി. രാവിലെ 10-നുള്ള ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായി. DBCLC അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30-നുള്ള കുർബാനയ്ക്ക് ഫാദർ ജിക്സൺ മാളോക്കാരൻ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, ട്രസ്റ്റിമാരായ ജേസൺ പോൾ, ജിൻഡോ ചാലിശ്ശേരി, VK വിൻസെന്റ്, ജനറൽ കൺവീനർ CJ ജോൺ, PRO ബൈജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത 66 ചന്ദ്രാപിന്നി 17-ാം കള്ളിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. പെരിങ്ങോട്ടുകര സ്വദേശി റാഷിദിനാണ് പരിക്കേറ്റത്. ഇയാളെ ചന്ദ്രാപിന്നിയിലെ MHM ആംബുലൻസ് പ്രവർത്തകർ ചന്ദ്രാപിന്നിയിലെ അലിക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10-ഓടെയായിരുന്നു അപകടം. വടക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന കാറും എതിരെ വന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ജനുവരി 17, 18, 19 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹവനം, ഗുരുമുത്തപ്പന്മാർക്ക് കളമെഴുത്തുപാട്ട്, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തുപാട്ട്, വൈകിട്ട് ദീപാരാധന, രാത്രി അഷ്ടനാഗക്കളം, ഞായറാഴ്ച രാവിലെ ഗണപതി ഹവനം, ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തുപാട്ട്, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, തുടർന്ന് അന്നപൂർണേശ്വരി ദേവിക്ക് കളമെഴുത്തുപാട്ട്, രാത്രി തിരുവാതിരകളി, നൃത്തനൃത്യങ്ങൾ, തുടർന്ന് ഭദ്രകാളി ദേവിക്ക് കളമെഴുത്തുപാട്ട് എന്നിവ നടക്കും. ഉത്സവ ദിവസമായ ജനുവരി 19 രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 3 ആനകളോടുകൂടിയ പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, രാത്രി അന്നദാനം എന്നിവയുണ്ടാകും. രാത്രി 8-ന് നാടകം സുകുമാരി അരങ്ങേറും. പുലർച്ചെ ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് VK രാജീവൻ, സെക്രട്ടറി സ്വപ്ന ജോളി, ട്രഷറർ അഭിമന്യു VG, വൈസ് പ്രസിഡന്റ് പവിത്രൻ VJ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി 19 ഉത്സവ ദിവസം രാവിലെ 5 മണിക്ക് ഗണപതി ഹവനം, അതിനോടനുബന്ധിച്ച് പൂജകൾ, 11 മണിക്ക് ശീവേലി, 3 ആനകളോടുകൂടി ശീവേലി, 4 മണിക്ക് പകൽപൂരം.
കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ സക്കരിയ അധ്യക്ഷനായി. കൃഷി ഓഫീസർ സബീന പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VC വിനോദ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർക്ക് 5 ഇനം പച്ചക്കറി തൈകളും ജൈവവളവുമാണ് വിതരണം ചെയ്തത്. കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ എക്കോ ഷോപ്പിലും മറ്റുള്ള ഭാഗങ്ങളിലേക്കും ഇത് നമുക്ക് കൊണ്ടുകൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം കൂടി നിങ്ങൾ ചെയ്യണം. നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ച് നല്ലൊരു JLG ഗ്രൂപ്പുകൾക്ക് ഉണ്ടല്ലോ, JLG ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ JLG ഗ്രൂപ്പുകൾ എടുത്തിട്ടുണ്ട്. 5 പേരടങ്ങുന്ന ഈ JLG ഗ്രൂപ്പുകളും നല്ല രീതിയിൽ ഈ കൃഷി ആവശ്യത്തിനും അതുപോലെ തന്നെ വീട്ടിലേക്കുമുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഫലങ്ങളും ഇതിൽ ഈ 5 തരമുള്ള കൃഷി തൈകളിൽ നിന്ന് ലഭിക്കുന്ന ഇത് എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ എന്ന് മാത്രം. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് നാട്ടിക ശ്രീനാരായണ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. കൂടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 5ാം വാർഡ് മെമ്പറുമായ സുബില പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ B ബബിത, PA വിഷ്ണു, നാഷണൽ സർവീസ് സ്കീം സന്നദ്ധ പ്രവർത്തകരായ BS ശാന്തിനി, AS ആദിത്യൻ, നസ്ല, അമയ എന്നിവർ സംസാരിച്ചു. ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിക SM കോളേജിലെ NSSൻ്റെ യൂണിറ്റിലെ കുട്ടികളും അവരുടെ പ്രോഗ്രാം ഓഫീസർമാരായ വിഷ്ണു സാറും ബബിത മിസ്സും പിന്നെ നമ്മുടെ തൊഴിലുറപ്പിലെ എല്ലാ ശിശുമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് തൊഴിലുറപ്പിലെ ചേച്ചിമാർക്ക് ഒരു ഭക്ഷ്യക്കിറ്റ് വിതരണമാണ് ഇവിടെ ചെയ്യണത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവിടെ ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു നല്ല പ്രവർത്തനം ഇനിയും നമ്മളുടെ വാർഡ് അവരുടെ മാനസഗ്രാമം എന്ന ഒരു 5ാം വാർഡിനെയാണ് അവരുടെ NSSൻ്റെ മാനസഗ്രാമമായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും അവരുടെ ഒരുപാട് സേവനങ്ങൾ നമ്മളെ വാർഡിലേക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ NREG മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമര കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ NREG ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജനാർദ്ദനൻ മണ്ണുമൽ അധ്യക്ഷത വഹിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി KK ശശിധരൻ, CPIM ലോക്കൽ സെക്രട്ടറിമാരായ MK സദാനന്ദൻ, VV പ്രഭാത്, KSKTU ജില്ലാ കമ്മിറ്റി അംഗം PK അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കേന്ദ്ര സർക്കാർ റദ്ദാക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ നിലവിൽ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും. മാത്രമല്ല സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ 90% കേന്ദ്ര സർക്കാരും 10% സംസ്ഥാനങ്ങളും വഹിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 60-40 എന്ന അനുപാതത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റി നിശ്ചയിച്ചിരിക്കുകയാണ്. അത് വലിയ ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിലാളികൾക്ക് വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കാവുന്ന തരത്തിൽ ഈ തൊഴിലുറപ്പ് നിയമം മാറുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ കൂടി ഇത് ബാധിക്കും. അതുകൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ NREG വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും മറ്റു ബഹുജനങ്ങളും ഒക്കെ ചേർന്ന് വലിയ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്,
തൃപ്രയാർ, സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സോഷ്യൽ സർവീസ് ക്ലബിന്റെയും കോളേജ് യൂണിയൻ അവക്കൻസിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും തൃപ്രയാർ ലെൻസ് ക്രാഫ്റ്റും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ അതുൽ KS അധ്യക്ഷത വഹിച്ചു. ലെൻസ് ക്രാഫ്റ്റ് ഡയറക്ടർ ശ്രീരാജ് KJ, നാട്ടിക പഞ്ചായത്ത് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ S ഷിബു, ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ PRO ബിജേഷ്, കോളേജ് യൂണിയൻ സെക്രട്ടറി അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. മൊബൈലായിട്ടും അതുപോലെ തന്നെ TV കണ്ടുകൊണ്ടും ഒക്കെ നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഇന്നിപ്പോൾ ഒരു 18-20 വയസ്സാകുമ്പോഴേക്കും തന്നെ കണ്ണട വെച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ കോളേജും ഈ കോളേജിലെ യൂണിയനും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് കൂടിയിട്ട് നടത്തുന്ന ട്രിനിറ്റി ഹോസ്പിറ്റലുമായി നടത്തുന്ന ഈ ഐക്യാമ്പിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ നാട്ടിലുള്ളവരുടെ ക്ഷേമം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഷിബു സാർ എന്നോട് പറഞ്ഞു, സാർ ഒരു NSS കോർഡിനേറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാറിന് കഴിയും. എന്നുവെച്ചാൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ NSS കോർഡിനേറ്റർക്ക് അറിയാം. അവരെങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ പെരുമാറണം, അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. നമ്മൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? പഠിപ്പാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്നത്തെ സമൂഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിനേക്കാൾ കൂടുതൽ എന്താ ചെയ്യുക, അവർ മറ്റ് ആക്ടിവിറ്റീസിൽ പോകും. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി BJPയുടെ നാട്ടിക മണ്ഡലം സെക്രട്ടറിയും 2ാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ തെരഞ്ഞെടുക്കപ്പെട്ടു. LDF അംഗം UDFന് വോട്ട് ചെയ്തെങ്കിലും 2-നെതിരെ 3 വോട്ടുകൾ നേടിയാണ് രശ്മി ഷിജോ തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP നാട്ടിക മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുറത്തുവെച്ച് നൽകിയ സ്വീകരണം BJP മേഖലാ പ്രസിഡന്റ് നാഗേഷ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളും 8 വാർഡുകളിൽ 2ാം സ്ഥാനവും 30% വോട്ടും നേടിയ BJPക്ക് അർഹതപ്പെട്ട വിജയമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും ഉണ്ടായതെന്ന് നാഗേഷ് അഭിപ്രായപ്പെട്ടു. 30% വോട്ടും 5 സീറ്റ് കരസ്ഥമാക്കിയ വലപ്പാട് പഞ്ചായത്തിൽ UDFും LDFും
നടത്തുന്ന ജനദ്രോഹ മുന്നണികൾ നടത്തിയ ഒത്തുകളി അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാരതീയ ജനതാ പാർട്ടി നേടിയെടുത്തത്. എന്തായാലും അത് നേടിയെടുത്ത അതിൻ്റെ പാർട്ടി മെമ്പർമാർക്കും അതിൻ്റെ ചെയർമാനായിട്ടുള്ള രശ്മിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ ഒറ്റപ്പെടുത്താൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം LDFും UDFും പരസ്പരം കൈകോർക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഏകപക്ഷീയമായി പോരാടിയതിൻ്റെ വിജയമാണ് ഈ വലപ്പാടുണ്ടായിട്ടുള്ളത്. അതിനെല്ലാ അഭിനന്ദനങ്ങളും പാർട്ടി അറിയിക്കുന്നു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, രതീഷ് TG, മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണാഗിരി, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ, വാർഡ് മെമ്പർമാരായ PV ആനന്ദൻ, ശോഭന ഷൺമുഖൻ, ജിഷ സജീഷ്, ജിതിൻ റാം വിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സുമേഷ് പാനാട്ടിലിനെ തെരഞ്ഞെടുത്തു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും UDF വൻ ഭൂരിപക്ഷം കരസ്ഥമാക്കി. BJP പിടിച്ചെടുത്ത അധ്യക്ഷൻ വനിതാ സംവരണമുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ പോലും LDF നൽകിയിരുന്നില്ല. തന്മൂലമാണ് BJPക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുക്കാൻ വഴിയൊരുക്കിയത്. കേവല ഭൂരിപക്ഷമില്ലാത്ത LDFന് ഭാവിയിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ BJPയുമായി ഉണ്ടാക്കിയ ധാരണയാണിതെന്ന് UDF നേതൃത്വം ആരോപിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി UDF പ്രവർത്തകർ പഞ്ചായത്ത് പരിസരത്ത് അനുമോദനം സംഘടിപ്പിച്ചു. അനുമോദന യോഗം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. BJPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കിട്ടാൻ വഴിയൊരുക്കി കൊടുത്തതും ഇവിടെ CPIM ഇവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പം എന്താ പറയുക, ഒരു വാട്സപ്പിൽ ഒരു ശബ്ദ സന്ദേശം നടക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം പുല്ലുവിലയാണ് അതിന് കൽപ്പിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഒരു കമ്മിറ്റികളിലും അത്തരം ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, BJPയുടെ വോട്ട് മേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി BJPക്ക് വോട്ട് ചെയ്താൽ ആ നിമിഷം രാജിവെക്കണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിപ്പ് തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ എവിടെയാ BJPക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ BJPക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തെന്ന്. എവിടെ 5 വോട്ട് അവർക്കുള്ള വോട്ട് കിട്ടിയിട്ട് അവർ ചെയർമാൻ സ്ഥാനത്തേക്ക് CPIM വഴി തുറന്നു കൊടുത്തത്. അവർ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ചെയർമാനായിട്ടുള്ളത്? ക്ഷേമകാര്യ വികസന സമിതിയിലാണ്. അതിലെന്താ CPM മത്സരിക്കാതെ മാറി നിന്നത്? കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ അനിത ത്രിദീപ് കുമാറാ അതിൽ ഞങ്ങളുടെ നോമിനി. CPMൻ്റെ നോമിനി ഏതാണെന്ന് അവർ പറയട്ടെ. അപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന തരത്തിലേക്ക് BJPക്ക് വഴി തുറന്നിട്ട് കൊടുത്തത് ഇവിടുത്തെ CPIM. ആ CPMന് ലഭിക്കുമായിരുന്ന 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒന്ന് BJPക്ക് ദാനം കൊടുത്ത പാർട്ടിയുടെ പേരാ ഈ CPIM എന്ന്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി ലീഡർ അനിൽ കരുവത്തിൽ, മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ, നസീമ ബഷീർ, ഉഷ ബാബു, ഗീത രാമദാസ്, MT നിതീഷ്, കരയാമട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, ഡേവിസ് വാഴപ്പള്ളി, സജിത്രൻ തയ്യൽ, സുജിൽ കരിപ്പായൽ, വൈശാഖ് വേണുഗോപാൽ, UR രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശയും കസേരയും വിതരണം നടത്തി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സുജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജിന രാജു, വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK സുധർമ്മൻ, KS ധനീഷ്, ലതിക വത്സൻ, നിലേഷ് ജിത്ത്, ഷാലി സുധീർ, ശ്രുതി അജിത്ത്, PR സുഷിൽ, V മുരളീധരൻ, ഷൈജ ഉദയകുമാർ, നൌഫൽ വലിയകത്ത്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രുതി മുരളി എന്നിവർ സംസാരിച്ചു. 60,000 രൂപ ചിലവഴിച്ച് അർഹരായ 10 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും അനുവദിച്ചത്. സാഗർ മിത്ര, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് തൃപ്പയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കൂടാതെ സൗജന്യ ബ്ലഡ് പ്രഷർ, ഷുഗർ പരിശോധനയും നടന്നു. സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്പയാർ ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ യമുന പ്രതാപൻ, ലയൺ ലീഡേഴ്സ് പ്രതാപൻ കളത്തിൽ, സാനി ജോസഫ്, രഘു പുളിക്കൽ, സുധീർ കാരാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. സ്ഥിരമായ സേവന പ്രവർത്തനങ്ങളിലൂടെ എല്ലാ മാസങ്ങളിലും സ്ഥിരമായ സേവന പ്രവർത്തനം ചെയ്യുന്ന തൃപ്പയാർ ലയൺസ് ക്ലബിൻ്റെ 367ാമത്
27ാമത്തെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പാണ് ഞങ്ങൾ നടക്കുന്നത്. എല്ലാ മാസങ്ങളിലും 2ാമത്തെ ഞായറാഴ്ചയാണ് മുടങ്ങാതെ ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല എല്ലാ മാസങ്ങളിലും സൗജന്യമായിട്ടുള്ള മറ്റ് സേവന പ്രവർത്തനങ്ങളും ഈ തൊപ്പി എയർലൈൻസിൻ്റെ കീഴിൽ നടത്തിയിട്ടുണ്ട്. തളിക്കുളത്ത് നിന്ന് 6 അടിയോളം നീളമുള്ള പുല്ലാനി മൂർഖനെ തളിക്കുളം അനിമൽ സ്ക്വാഡ് പ്രവർത്തകർ പിടികൂടി. തളിക്കുളം കൊപ്രക്കളം പടിഞ്ഞാറ് ചക്കുങ്ങൽ ബാലുവിന്റെ വീടിന്റെ വഴിയിലാണ് പാമ്പിനെ കണ്ടത്. സ്ക്വാഡ് അംഗമായ PR രജിൽ, സത്യൻ വാക്കാട്ട് എന്നിവരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. മണലൂർ കൊക്കാന്ത്ര ശങ്കരൻ മകൻ വിജയൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ഭാര്യ രതി, മക്കൾ വിനീഷ്, റെനീഷ്, സുധീഷ്, മരുമക്കൾ ഷിവ്യ, ഷിജിന, അശ്വതി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട രശ്മി ഷിജോയ്ക്ക് സ്വീകരണം നൽകി. ദേശീയപാത ചന്ദ്രാപിന്നി 17ാം കള്ളിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.